പപ്പയോട് ഞാൻ വളരെ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്റെ മോളെ എപ്പോഴും കാണുന്ന ഒരു കാർട്ടൂണാണ് ആശാ ബെയർ. അതിൽ മറ്റേ ഒരു പെൻഗ്വിൻ വരും, അതേപോലെയാണ് ആ ഒരു ലൈഫ് സ്റ്റോറി കണ്ട ആളുകൾക്ക് മനസ്സിലാവും. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ആ പപ്പ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ്, എന്റെ പപ്പ എന്റെ പപ്പ എന്റെ പപ്പ എന്റെ പപ്പ. സത്യം പറഞ്ഞാൽ ഞാൻ തങ്കച്ചൻ പുറത്തുണ്ടാക്കിയ നെഗറ്റീവ്സ് എല്ലാം കൂടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ വീണ്ടും അത് നെഗറ്റീവ് ആയി എന്ന് തന്നെ പറയാം. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക. ആൻഡ് ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആയി മാത്രം കാണുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്നേഹിക്കുന്നു. എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് അതെ, നിന്നെ മാത്രം കഷ്ടപ്പെട്ട് വളർത്തുന്നത്. ഞങ്ങളെ എല്ലാവരും പിന്നെ അവിടെ ഓസിട്ടേക്കുക, വെള്ളത്തിനും വളത്തിനും വേണ്ടി ഓസിട്ട് വെച്ചിട്ട് കസാലയെ കാലം കയറ്റി ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ മതി. ഞങ്ങളിങ്ങനെ വെള്ളവും വളവും കൊണ്ട് തനിയെ വളരും. ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായി. എങ്ങനെ, എന്തൊരു, ഒന്നുകൂടെ പറഞ്ഞേ. എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായി. തേഞ്ഞ് ആര് തേഞ്ഞു? നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ തേഞ്ഞു. ഈ സീറ്റിലിരിക്കാൻ രേണു സുധി അർഹയായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒറ്റ പേരേ ഉള്ളൂ. ആ പേരാണ് കൊല്ലം സുധി. ഓക്കെ, ആസ് എ ഫാദർ, തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി രേണു സുധിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഒരു അച്ഛൻ ഒരു മകളെ വളർത്തുന്നതിൽ, അതിപ്പോൾ പണമുള്ള ആളാണെങ്കിലും പണമില്ലാത്ത ആളുകളാണെങ്കിലും അവര് കുട്ടികളെ വളർത്തുന്ന ആ ഒരു ഘട്ടങ്ങൾ കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞത് തന്നെയാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറവുള്ള ആളുകൾക്ക് ആ കഷ്ടപ്പാടിന്റെ അളവ് ഇച്ചിരി കൂടും എന്ന് മാത്രം. ബാക്കി എല്ലാ പേരൻസും സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത്. മക്കളെ വളർത്തുന്നതിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അല്ലാതെ കസാലയമ കാലം കയറ്റി വെച്ച് ഇങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞ മാതിരി ഒരു കുറച്ച് വെള്ളം വളവും ഇങ്ങനെ ഓസാക്കി അവിടെ വെച്ചുകൊടുത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ തനിയെ വളരൊന്നുമില്ല. അതിൻ്റെതായ സ്റ്റേജസും കാര്യങ്ങളും കെയറിങ്ങും എല്ലാം കൊടുക്കണം. സോ രേണു സുധീനെ മാത്രമല്ല അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ളത്, ഞാനുൾപ്പെടെ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുള്ളത് അവരുടെ പേരൻസ് തന്നെയാണ്. ഈവൻ നിങ്ങളുടെ അച്ഛനെയും അമ്മയും വരെ. ഓക്കെ, അപ്പൊ നമ്മൾ കൊല്ലം സുധീന്റെ മാറ്ററിലോട്ട് വരികയാണ്. തങ്കച്ചൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. അച്ഛൻ എന്ന നിലയിൽ നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെ സക്സസ് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രം. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും സക്സസ് കൈപ്പറ്റാൻ സാധിക്കാത്ത ആളുകൾ. ആ ഒരു കൂട്ടത്തിൽ നിങ്ങളും ഉണ്ട് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സക്സസിന് പിന്നിൽ കൊല്ലം സുധിയും അയാളുടെ പ്രശസ്തിയുമായിരുന്നു. അയാളുടെ മരണശേഷം അയാൾക്ക് കിട്ടിയിരുന്ന ബഹുമാനങ്ങളിൽ കുറച്ച് നിങ്ങൾക്ക് കിട്ടുകയും ശേഷം ആ ബഹുമാന നെഗറ്റിവിറ്റിയിലൂടെ കുറച്ച് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുകയും പിന്നെ കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കുകയും ചെയ്തത് വഴി മാത്രമാണ് നിങ്ങൾ ഈ ഒരു സീറ്റിൽ അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ പറയുന്നതിലുള്ള വീഴ്ച ആലോചിച്ച് നോക്കുക. തങ്കച്ചൻ നിങ്ങളെ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് നഴ്സിംഗ് പഠിക്കാൻ വിട്ടു, 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചാടിപ്പോയിന്ന്. സോ ഫോൺ ഉപയോഗിച്ച് അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കാനാണ് നിങ്ങൾ പോയത്, നല്ല മര്യാദയ്ക്ക് പഠിച്ച് പഠനം പൂർത്തിയാക്കാനൊന്നും അല്ല. ശേഷം നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ വേറെ എവിടെയോ എയർ ഫോഴ്സസ് ആവാൻ പഠിക്കാൻ വേണ്ടി പോയി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഡിപ്ലോമ പഠിക്കാൻ ഹ്യൂമാനിറ്റീസ് മതിയോ, സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒറ്റ കാര്യം സിമ്പിളായിട്ട് ചോദിക്കട്ടെ, ഈ നഴ്സിംഗ് പോലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പൈസ ഇല്ലാതെ സർട്ടിഫിക്കറ്റ് രണ്ടും അവിടെ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിൽ ഫ്ലവേഴ്സ് ചാനൽ ഇടപെട്ടിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് പൈസ കൊടുത്ത് നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങി തരുന്നത് നിങ്ങളുടെ ജോലി ആവശ്യത്തിന് വേണ്ടി സുധിയുടെ മരണശേഷം. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ തങ്കച്ചൻ നിങ്ങളെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ടത്? പൈസ കൊടുക്കാതെ വെറുതെ വിട്ടോ, പേപ്പർ കീറി തന്നു വിട്ടോ? അതേപോലെ ഈ ഒരു എയർ ഫോഴ്സസിന്റെ കോഴ്സ് പഠിക്കാൻ വിട്ടത് എങ്ങനെയായിരുന്നു? അവിടെയും പേപ്പർ കൈ പിച്ചി തന്നിട്ടാണോ കുട്ടി പഠിക്കാൻ പോയത്? ക്യാഷ് ഇറക്കണ്ടേ? ആ പൈസ മര്യാദയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അവിടെ പിടിച്ചു വെച്ച സർട്ടിഫിക്കറ്റ് രണ്ടും ഇങ്ങോട്ട് മേടിക്കാമായിരുന്നല്ലോ. സോ അപ്പം പൈസ ഇല്ലാതെയാണ് ഇത് രണ്ടും നിങ്ങൾ പഠിക്കാൻ പോയത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് പൈസ ഇല്ലായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ഞാൻ അപ്പനെ മുടിപ്പിച്ചു എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ മുടിപ്പിക്കൽ ഒരു കുലത്തൊഴിലാണ്, അഭിനയത്തിന്റെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു തൊഴിലാണ് മുടിപ്പിക്കൽ, അല്ലേ? അപ്പം ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹൗസ് മേറ്റ്സിനും അക്ബറും അപ്പാനിയും പിന്നെ ബിൻസിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവര് നിർത്താണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് സുധീനെ കണ്ട ആ ഒരു ഇൻസിഡന്റും കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. പ്രൊഫഷനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അവരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയർ ഫോഴ്സസ് ആയിട്ട് വർക്ക് ചെയ്തു. എയർ ഫോഴ്സസിന്റെ പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്നും അവർ അതേ വീഡിയോ തന്നെ പറയുകയുണ്ട്. അതേ ബിഗ് ബോസിന്റെ സ്റ്റേജിൽ പറഞ്ഞു എയർ ഫോഴ്സസിന്റെ പഠനം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, അവർ പഠിച്ചിട്ടുണ്ട്, കൂട്ടുകാരി വന്നിങ്ങനെ പറഞ്ഞായിരുന്നു പഠിച്ചായിരുന്നു എന്നൊക്കെ. അപ്പം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അവർ ബിഗ് ബോസ് തന്നെ പറയുകയുണ്ടായി. പിന്നെ എങ്ങനെയാണ് ഇവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ, എയർ ഇന്ത്യയിൽ, തിരുവനന്തപുരം എയർപോർട്ടിൽ, ബാംഗ്ലൂർ എയർപോർട്ടിൽ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ, അമേരിക്കൻ എയർപോർട്ടിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുള്ളത്? ഇതെന്തൊരു ജന്മം, എന്ത് കഷ്ടമാണ് ഇങ്ങനെ കടിച്ചാ പൊട്ടാതെ നുണ പറയുന്നത്.
പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്ത് പറയണ്ടേ, മറ്റേ എയർ ഇന്ത്യയിലൊക്കെ കയറിയത്, അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കായിരുന്നോ വേണ്ടത്? എൻ്റെ ദൈവമേ, അത് ചിരിച്ചിട്ടല്ലാതെ തീർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ നുണകൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞൊന്നുമല്ല, അവിടെ പോയി പറഞ്ഞത്. എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയും കൂടെ കാണാം. അക്ബർ പാട്ട് പാടി കൊടുക്കുന്ന ഒരു രംഗമാണ്. അക്ബർ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനെ തുടർന്നിട്ട് നമ്മുടെ മോഹൻലാൽ പറഞ്ഞു, രേണുസുധീനെ കൊണ്ട് നല്ലത് പറഞ്ഞാലേ നിലനിൽപ്പുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും കാലമായിട്ട് ആ അക്ബർ സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് അയാളുടെ കഴിവ്, ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്ന അയാൾ അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന അയാളുടെ ആ ഒരു കഴിവ് വരെ രേണുസുധിയുടെ മുമ്പിൽ അടിയറവ് വെച്ച് തുടർച്ചയായി പാട്ട് പാടി കൊടുത്ത് ഇങ്ങനെ നടന്നിട്ടും ആ ഒരു കാര്യം അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം പോയിസണബിൾ ആണെന്ന് ചിന്തിച്ചു നോക്കുക. കാരണം അവർ ഈ പുറത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു സോറി പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് ക്ഷമിച്ചു വിട്ടു. ഫിറോസ് ചുറ്റിപ്പാറ അത് ക്ഷമിക്കണമെന്ന്, സോറി അങ്ങനെ മീഡിയയ്ക്ക് മുമ്പ് വന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും സൊസൈറ്റിയിൽ ഒരുപാട് പേര് ക്ഷമിക്കുമ്പോൾ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ആ വീടിനകത്ത് നടക്കുന്ന എല്ലാം ഗെയിമാണ് എന്നാണ് ഇവരോട് എടുക്കാനും പറയുന്നത്. ഇറങ്ങുന്ന സമയത്ത് അത് അവിടെ ഉപേക്ഷിച്ച് വരാനും പറയുന്നത്. സോ അത് ആ ഒരു ഗെയിമിന്റെ സെൻസിൽ എടുക്കാതെ അക്ബറിന്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ കാണുന്ന സമയത്ത് ശരിക്കൊരു പാവം തോന്നുന്നുണ്ട്. കാരണം അയാൾ ഹാർട്ട് ചിഹ്നത്തിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു, പുറകെ നടന്ന് പാട്ട് പാടി കൊടുക്കുന്നു, എന്നിട്ടും ഒരു തരിമ്പ് പോലും അവിടെ ഒരു മനുഷ്യപ്പറ്റ് കാണിക്കുന്നില്ല. രേണുസുധിക്ക് അയാളെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചതിൽ ഒരു റിഗ്രറ്റ് ഇല്ല, ഒരു സോറി എവിടെയും പറഞ്ഞിട്ടില്ല. സോ പുള്ളിക്കാരി കണ്ടന്റില്ലാതിരിക്കുകയാണ്, വെറുതെ ചോറിയും കുത്തി അവിടെ ഇരിപ്പാണ്. ഇപ്പം നടപ്പും കിടത്തും ഈ ഭക്ഷണം കഴിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിലൊരു അഭിപ്രായം പറയലും കഴിഞ്ഞ് ഇങ്ങനെ വെളിച്ചം മറിഞ്ഞ് നടപ്പാണ്. ആ സമയത്ത് കിട്ടിയ ഒരു കണ്ടന്റാണ് ഈ തീട്ടക്കോഴി. അപ്പൊ അത് തന്നെ പിടിച്ചിട്ട് ഇന്നലെ കണ്ണാടിന് മുമ്പിൽ പോയിരുന്നിട്ട് എന്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നില്ല, എന്താ എന്നെ തീട്ടക്കുഴി എന്ന് എന്തുകൊണ്ട് വിളിച്ചു, എനിക്കത് ക്ഷമിക്കാൻ പറ്റും. കരയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കരച്ചിൽ ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ സ്റ്റക്കായി കിടക്കുക. മാക്സിമം ഇങ്ങനെ മുഖമൊക്കെ ചുളിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വരുന്നില്ല. നിസ്സഹായായി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇറങ്ങിപ്പോയി. പക്ഷെ ഇതൊക്കെ വെറും ഡ്രാമയാണ്, ഡ്രാമ ക്യൂനാണ്. അതിൻ്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ലായിരുന്നു. ക്വാളിറ്റി, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള മനസ്സാണ്. ആ മനസ്സ് രേണുവിന് ഇല്ലാതെ പോയി എന്ന് അവർ പണ്ടേ തെളിയിച്ചതാണ്. സോ അക്ബറിന് ക്ഷമ കിട്ടിയിട്ടില്ല ഒന്നും പറയാനില്ല. അക്ബറും അപ്പാനും പിന്നെ വേറെ ആരാണ്ടൊക്കെ അവിടെ റൗണ്ട് ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എത്ര ചെയ്തിട്ട് അവരിങ്ങനെ, കാരണം അത് അവർക്ക് കിട്ടിയ കണ്ടന്റാണ്. ഇനിയിപ്പോൾ കുറച്ചു കാലം പിടിച്ച് നിൽക്കാൻ അവർക്ക് ആ സേഫ്റ്റി ടാങ്ക് തന്നെ, ആ തീട്ടക്കുഴി തന്നെ കിടന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇവരെ തീട്ടക്കുഴി എന്ന് വിളിക്കുന്നത് തെറ്റില്ലാന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ ഫാമിലി ആയിട്ട് പോയിട്ട് നമ്മളെ ബേബി ചേട്ടന്റെ സേഫ്റ്റി ടാങ്ക് നിറച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങി സേഫ്റ്റി ടാങ്ക് ക്ലീൻ ആക്കാനുള്ള പൈസ ബേബി ചേട്ടന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് 7000 രൂപയ്ക്ക് സേഫ്റ്റി ടാങ്ക് ക്ലീൻ ആക്കിയത് കൊണ്ട് രേണുസുധീനെ അവിടെ എല്ലാവരും സേഫ്റ്റി ടാങ്ക് എന്നാണ് പറയുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കിടന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവര് അങ്ങനെ ക്ലാഷ് ആയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഗുരുപ്രിയ ടിവിയുടെ ട്രിവാൻഡ്രത്ത് അവാർഡ് ഫംഗ്ഷന് പോയായിരുന്നല്ലോ, ബെസ്റ്റ് പെയറിന്റെ. അപ്പോൾ അന്ന് ഞാൻ അനുമോള് രേണു ചേച്ചിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അന്ന് അനുമോളെ കണ്ടായിരുന്നു. അപ്പോൾ അനു വന്ന് സംസാരിച്ചു, ഞങ്ങൾ സംസാരിച്ചായിരുന്നു. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞ് കുറച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരുപാട് സംസാരിച്ചില്ല. ഞാനും ആ സമയത്ത് വിചാരിച്ചു, കാരണം ഇവർ അത്രയും സുധിച്ചേട്ടനൊക്കെ അറിയുന്ന ആൾക്കാർ, സുധിച്ചേട്ടൻ്റെ ഫാമിലിനെ അറിയുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ ഒരാളിനെ പരിചയം ഉണ്ടെങ്കിൽ ആളോട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കില്ലേ. അനു വന്നു, ജസ്റ്റ് കൈ തന്നു, സംസാരിച്ചു പോയി. എനിക്ക് അപ്പോഴേ ഒരു കത്തൽ ഉണ്ടായിരുന്നു. അതേ കത്തൽ തന്നെയാണ് കണ്ട എല്ലാവർക്കും ഉണ്ടായത്. അതേ കത്തിക്കൽ തന്നെയാണ് എല്ലാവരും കൂടെ എന്നിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് കൂട്ടിയിട്ട് കത്തിച്ചത്. അപ്പൊ നിന്റെ വായിലുണ്ടായിരുന്നു പഴമായിരുന്നു. ഏതടാ യവൻ? അല്ല, നിനക്ക് കുറച്ച് ബോധം വന്നു എന്ന് എനിക്ക് മനസ്സിലായി. രേണുസുധി ബിഗ് ബോസ് പോയതിനു ശേഷം നിനക്ക് കുറച്ച് ബോധം വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുമുമ്പ് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാം. ഈ ഒരു സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളെ പ്രതീഷിന്റെ സ്ക്രീൻഷോട്ടാണ്, പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ സ്ക്രീൻഷോട്ടാണ്. തുടർച്ചയായി കാണുന്ന ഈ ഒരു 1 മില്യൺ രേണുസുധിനെ കുറിച്ച് കണ്ടന്റ് ഇട്ട സമയത്ത് മാത്രം കിട്ടിയൊരു നേട്ടമാണ്. പുള്ളിന്റെ ചാനലും വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാണ്ട് കിടക്കാണ്. ഈ 1 മില്യൺ ഒന്നും പുള്ളിക്കാരനില്ല. അപ്പൊ രേണുസുധീനെ ഇട്ടാലേ റീച്ച് ഉള്ളൂ, രേണുസുധി കാരണമാണ് റീച്ച് എന്ന് നീയും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ല കാര്യം. അതുകൊണ്ടാണല്ലോ നീ കണ്ടിന്യൂസ് ആയിട്ട് ഈ രേണുസുധീനെ കുറിച്ചുള്ള വീഡിയോസ് 1, 2, 3, 4 വെച്ച് ഇടുന്നു. നീ ഇനി ഇടും. അതേപോലെ ഒരു ഇന്റർവ്യൂ ആണല്ലോ ഇപ്പൊ രേണുസുധി റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഇന്റർവ്യൂലോട്ട് പോവാം. അതിനു മുമ്പ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ പിന്നെ ഈ രേണുസുധീനെ വിറ്റാലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉള്ളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നെഞ്ഞത്തോട് കുതിര കയറിലെ പൊന്നെ, നിനക്കൊരു രേണുസുധീനെ വിറ്റാലേ റീച്ച് ഉള്ളൂ എന്നുള്ളത് ഇത് തന്നെ ഉദാഹരണ സഹിതം തെളിവ് സഹിതം നിനക്ക് കാണിച്ചു തരാണ്. ഓക്കെ, മൂപ്പര് അപ്പോഴും ഞാനും ബിഗ് ബോസിൽ ഉണ്ടാവാനുള്ള ചാൻസ് എല്ലാ തരത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി എനിക്ക് ഏകദേശം അറിയായിരുന്നു. പക്ഷെ ആളില്ലാന്ന് പറഞ്ഞത്. പിന്നെ അയാൾ ഓൾറെഡി ബിഗ് ബോസിൽ വന്ന ആളുടെ ഗെയിം ഞാൻ കാണാറുണ്ട്, ആൾ കളിക്കാറുണ്ട്, നോക്കാറുണ്ട്. ആൾ കുറച്ച് കരച്ചിലൊക്കെ ഇത്തിരി കൂടുതലുള്ള ആളാണ്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഇമോഷൻസ് വരുന്നതിന്. അത് ശരിയാണ് കേട്ടോ. എന്ത് വന്നാലും വെറുതെ കരഞ്ഞോണ്ടിരിക്കുക. അനു മെന്റലി സ്ട്രോങ് അല്ല, ഇമോഷണലി ഭയങ്കര വീക്കാണ്. എന്ത് പറഞ്ഞാലും വേഗം പോയി കരയാം. പക്ഷെ ഒരു ഡബിൾ സ്റ്റാൻഡ് പുള്ളിക്കാരിക്കുണ്ട്. നെവിനെ ഒരു തെറ്റായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു എന്നും പുള്ളിക്കാരി തന്നെ പറയുന്നു. അതേ നെവിന്റെ കൂടെ കട്ടിലിൽ ഇരുന്നും കിടന്നും കളിച്ചും ചിരിച്ചും പുള്ളിക്കാരി തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഒരു ഡബിൾ സ്റ്റാൻഡാണ്. തൊട്ടേനും പിടിച്ചതിനും കരച്ചിലാണ്.
ചിലപ്പം ആ ഒരു കുട്ടിത്തം മാറാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ ഇതേമാതിരി കുറെ കരച്ചിലും പിഴിച്ചിലും നിലപാടില്ലാത്ത കളി ഡബിൾ സ്റ്റാൻഡൊക്കെ നമ്മൾ കണ്ടതാണ്. സോ പുള്ളിക്കാരിന്റെ നേച്ചറാണ്. അപ്പോൾ അതിനിടയിൽ ഇമോഷൻസ് വരുന്നിടയിൽ അനു ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു, രേണു ചേച്ചിന്റെ വീട്ടിന്റെ ഒരു ഇഷ്യൂ. അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അത് ഇമോഷൻ വന്ന സമയത്ത് അനുമോളല്ല പറഞ്ഞത്. ആദില നൂറ എല്ലാവരും കൂടെ അവിടെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ആദിലയും നൂറയും കൂടെയാണ് ഇത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചത്. അല്ലാണ്ട് അനുമോൾ ഇമോഷന്റെ പുറത്ത് പോയിട്ട് നിങ്ങളെ വീടിന്റെ പ്രശ്നം ചോർച്ചുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയ പറഞ്ഞില്ലേ എന്നൊന്നും പോയി പറഞ്ഞുതരാം. കാര്യം അറിഞ്ഞ് സംസാരിക്കടാ. വീട് വെച്ച് കൊടുത്തതിൻ്റെയും ഭയങ്കര പ്രശ്നമാണെന്നാണ്. അത് ശരിക്കും അവിടെ പോയി എടുക്കേണ്ട ഒരു ടോപ്പിക് അല്ല. കാരണം അതൊരു ചാരിറ്റീൻ്റെ ലെവലിലേക്ക് പോകുന്ന ഒരു പ്രശ്നത്തിനെ ബിഗ് ബോസ് എന്നൊരു വലിയ ഷോയ്ക്ക് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കറക്റ്റ്. പുള്ളി കുറച്ച് ബോധമൊക്കെ കേട്ടോ. ബിഗ് ബോസ് എങ്ങനെ കളിക്കണം, അവിടെ എന്തൊക്കെ കണ്ടന്റ് കൊടുക്കണം, എന്തൊക്കെ കണ്ടന്റ് കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ടാണോ ബിഗ് ബോസ് ഇവനെ ബിഗ് ബോസ് കൊണ്ടുപോകാഞ്ഞത്? പുള്ളിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ബിഗ് ബോസ് പോകാത്തത് കൊണ്ട്. പുള്ളി ബിഗ് ബോസിലെ നമ്മളെ രേണുസുധീന്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ട്രോളെന്നൊക്കെ ഉണ്ടേ. കുറെ ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ എന്നൊക്കെ. പക്ഷെ പുള്ളി പറയുന്നത് വെറുതെ ഒരു ഫണ്ണായിട്ട് എടുക്കൂ, ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി. അതെ, എല്ലാവർക്കും ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ആയല്ലോ ഇപ്പൊ രേണുസുധി. ഇഷ്യൂ ഏകദേശം അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ആ ബിൽഡേഴ്സ് തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടുന്ന് ആ പൊട്ടം പറയുന്ന അതേന്ന് എവിടുന്ന് ബിൽഡേഴ്സ് സമ്മതിച്ചു? ഈ വീഡിയോന്റെ താഴെ നമ്മളെ ഫിറോസ് വന്നിട്ട് നല്ല തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. ആങ്കറിന്റെ തന്തയ്ക്കാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഫിറോസ് സമ്മതിച്ചില്ലേ എന്ന് പുള്ളിക്കാരനാണ് ചോദിക്കുന്നത്. എന്താ കമന്റ് ഇട്ടത്? ആരാടാ ഡാഷ് മോനെ ലീക്ക് ഉണ്ടെന്ന് സമ്മതിച്ചത് എന്നാണ് അത് ചോദിച്ചത്. ബ്ലഡി ഫുൾ എന്നൊരു വിളിയും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് ഇവിടെ കൊടുക്കുന്നില്ല. ലീക്ക് ഉണ്ട്, അത് അവര് പരിഹരിച്ചു കൊടുത്തു. അപ്പൊ അത് ശരിക്കും ഉള്ള കാര്യം തന്നെയല്ലേ രേണു എന്ന് പറഞ്ഞത്. പുറത്തുള്ള കാര്യം ഒരിക്കലും വന്നിട്ട് ബിഗ് ബോസിനുള്ളിൽ പറയേണ്ട കാര്യം. പുറത്ത് ആ വ്യക്തി എങ്ങനെ ആയാലും ബിഗ് ബോസിൽ വന്ന ഒരു മാറ്റം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മാറ്റമാണ്. നമ്മുടെ ക്യാരക്ടർ മാറണം. നമുക്ക് ഒരുപാട് ഹൈപ്പർ ടെൻഷനിലാണെങ്കിൽ ആ ടെൻഷൻ കുറയ്ക്കാനും കാമാവാനുള്ള ഇതാണ്. അതൊരു കുറ്റമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. മീൻസ് അത് ഓൾറെഡി ബിൽഡേഴ്സ് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇന്ന് ഉണ്ടാക്കി പറഞ്ഞതോ അല്ല, ചേച്ചിന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് അത് അവർക്ക് പേഴ്സണലായിട്ട് മാത്രം അറിയുന്ന കാര്യമാണ്. അതിലൊരിക്കലും എനിക്ക്, കാരണം ഞാൻ അവരുടെ വീട്ടിലേക്ക് ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ അവിടെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ട്, എന്തൊക്കെ നടക്കണമെന്നുള്ള എനിക്ക് ഒരിക്കലും അറിയില്ല. പക്ഷെ അതെ, അത് ആർക്കും അറിയത്തില്ല. അതന്നെയല്ലേ എല്ലാരും വന്ന് പറയുന്നേ. ആ ചോദ്യം ചോദിച്ചവൻ എങ്ങനെ അറിഞ്ഞു? അപ്പൊ പറയുന്നു 5-ാം തീയതി വീട്ടിൽ വന്ന സമയത്ത് ശരിക്കും ഇവനോട് ചോദിക്കണമായിരുന്നു 5-ാം തീയതി വീട്ടിൽ പോയപ്പോ അവിടെ മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ ഇപ്പൊ അറിയാതെ സത്യം പറഞ്ഞാൽ മഴയൊന്നും ഇല്ലായിരുന്നു എന്ന്. എന്തൊക്കെ കാണണം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആ ബിഗ് ബോസ് എന്ന ഷോയിൽ, ഇത്രയും വലിയൊരു ഷോയിൽ പോയിട്ട് പറയുമ്പോൾ അത് രേണു ചേച്ചിന് മാത്രമല്ല ആ ബിൽഡേഴ്സിനെ. അവിടെ ആരും അങ്ങോട്ട് പോയി പറഞ്ഞതല്ല. ആദില നൂറ ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ പുറത്തൊരു വിഷയമാണ് ചേച്ചി ചോദിക്കട്ടെ എന്ന്. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യമല്ലേ അത്, എന്നെ ചോദിച്ചോ. അതിനിപ്പോ എന്താ പ്രശ്നം? ലാലേട്ടൻ ആരാ എന്റെ തന്തയാണ്? ബിഗ് ബോസ് ആരാ എന്റെ കെട്ടിയോനാണോ? ഈ ഒരു ലൈനിൽ രേണു ആണ് പറഞ്ഞത് ചോദിച്ചോ എന്ന്. അപ്പം ആദില നൂറ ചോദിച്ചു, അനുമോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അനുമോള് നിങ്ങളെ ആരാധനാമൂർത്തിനെ താറടിക്കാൻ വേണ്ടി ചോദിച്ചതൊന്നും അല്ല. ബാധിക്കും അത് അവർക്ക്. ഇനി അതിനുള്ള അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ച് ബാധിക്കും. കാരണം അതിപ്പം പല ആൾക്കാരും പല രീതിക്കായിരിക്കും ഈ ഒരു സംഭവം. അപ്പോൾ അവരുടെ അണ്ടർ തന്നെ വീട് പണി നടക്കുന്ന ആൾക്കാരുണ്ടാവും, ബിൽഡിംഗ് പണിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ രേണുസുധിക്ക് വെച്ച് വീട് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പല രീതിക്കും പറഞ്ഞുണ്ടാക്കാൻ പറ്റും. അവർ നല്ലൊരു കാര്യം ഇല്ല, അവർ നല്ലൊരു കാര്യം ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അത് രേണുവും അവർ കുറ്റമായിട്ടല്ല കുറ്റപ്പെടുത്തിയല്ല. എടാ നിനക്ക് ഇത്രയൊക്കെ ബോധം ഉണ്ടായിരുന്നോടാ? ഈ ഒരു ബോധവും വെളിവും വിവരവും ഇത്രയും സംസാരങ്ങളും നീ നേരത്തെ സംസാരിച്ചിരുന്നെങ്കിൽ രേണുവിന് പകരം നീ കയറിയനെ ബിഗ് ബോസിൽ. നിനക്ക് നിലപാടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞേനെ. നിന്നെ ആളുകൾ കളിയാക്കാതിരുന്നേനെ. ഇങ്ങനെ വേണം ആളുകളോട് കറക്റ്റായിട്ട് പ്രതികരിക്കാൻ. ഇങ്ങനെ വേണം നിങ്ങളുടെ സുഹൃത്തോ ചേച്ചിയോ വാട്ട് എവർ ഇറ്റ് ഈസ് ആ പുള്ളിക്കാരിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. ഇപ്പൊ നീ പറഞ്ഞത് പോയിന്റ്, ഈ പോയിന്റ് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് വേർന്നു പ്രതീക്ഷയെ പറഞ്ഞത്. ഇങ്ങനെ ചോദിച്ച ഇതിൽ രേണു എപ്പോഴും പറയുന്നത് വലിയ കാര്യം തന്നെ, വലിയ കാര്യമാണ്. കാരണം നമ്മൾക്ക് ഒരാളൊരു ഉപകാരം ചെയ്യാന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്ത ഒരാളെ ഒരിക്കലും ഞാനടക്കം കുറ്റം പറയത്തില്ല. പക്ഷെ ആ ഒരു മാറ്റർ അനുമോൾ അവിടെ പോയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. എത്രയോ ടോപ്പിക് ഉണ്ട്, അതിന്റെ ഉള്ളിൽ നടക്കുന്ന ടോപ്പിക് സംസാരിക്കുക. അല്ലെങ്കിൽ അതിന്റെ അല്ലാണ്ട് നമ്മൾ ഒരു വടിയങ്ങെടുത്ത് ഇവനെ 2 തല്ലങ്ങ് കൊടുക്കട്ടെ. അനുമോളാണോ അവിടെ കൊണ്ടെടുത്തത്? എനിക്ക് തോന്നുന്നു ഇവൻ ബിഗ് ബോസ് ഒന്നും കാണാറില്ല ഗൈസ്. ബിഗ് ബോസ് ഒന്നും കാണില്ല. വെറുതെ എന്തോ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലോ കാണുന്നത് വെച്ചിട്ടാണ് അത് പറഞ്ഞത് അനുമോളാണ് എന്ന് വിലയിരുത്തുന്നത്. പിന്നെ ഈ ഒരു ഇത് അനുമോളാണെന്ന് പറയുന്ന സമയത്ത് ഈ ക്ലിപ്സ് മാത്രം കണ്ടിട്ട് ബിഗ് ബോസ് എന്താണെന്ന് അറിയുന്ന ആളുകൾ അനുമോക്ക് ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഗൈസ്. അനുമോൾ അല്ലേട്ടോ അത് പറഞ്ഞത്. ആദിലാനൂറയാണ് ചോദിച്ചത്. രേണുസുധിയുടെ സമ്മതത്തോട് കൂടിയാണ്. അതൊരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ആയിരുന്നു, വഴക്കൊന്നുമല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് അവിടെ കണ്ടന്റില്ല. പുള്ളിക്കാരി പുറത്തുള്ള കാര്യങ്ങൾ തന്നെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് പോയിട്ട് വീടിന്റെ വിഷയം, കിച്ചു മാറി നിൽക്കുന്ന വിഷയം, സുധിച്ചേട്ടനെ അടക്കിയ വിഷയം, ഇതൊക്കെ ആളുകളെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെളുപ്പിക്കാനാണ്. കുറെ അവരുടെ സെക്കൻഡ് മാരേജ്, ഫസ്റ്റ് മാരേജ്, ഇതൊക്കെ ഇവരുടെ പുറമേയുള്ള കാര്യങ്ങൾ, ഇവരുടേതായ കാര്യങ്ങൾ, പുറത്ത് നടന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കുക മാത്രമാണ് ആ ബിഗ് ബോസ് ഹൗസ് ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് ആ വീടിനകത്ത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയോ നിലപാട് വ്യക്തമാക്കുകയോ ഒന്നും ചെയ്യല്ല. വെറുതെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ ശാരിക എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ,
അത് നല്ലൊരു പാഷാണത്തിൽ കൃമി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഞാൻ ക്ഷമിക്കത്തില്ല, ഞാനായിരുന്നെങ്കിൽ എനിക്ക് നിലപാടുണ്ട്, എന്നെയാണ് വിളിച്ചതെങ്കിൽ ഞാൻ ഒരു കാലത്ത് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല സ്ക്രൂ കയറ്റി കൊടുക്കുക രേണുവിന്. എന്നിട്ട് പുള്ളി ലാസ്റ്റ് ഒരു ഡയലോഗ്, ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കൊന്നുമല്ല. എങ്ങനെ 2 ക്യാൻ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ എരുതിയിൽ എണ്ണ ഒഴിക്കൊന്നും അല്ലാന്ന്. രേണു സുധി മറ്റുള്ളവരെ വാക്ക് കേട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ഒരു നിലപാടില്ല, ഓപ്ഷൻ ഇല്ല, സംസാരമില്ല, ഒന്നുമില്ല. പുള്ളി മറ്റുള്ളവരെ വാക്ക് കേൾക്കുന്നു, ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് സ്വന്തം ഏറ്റെടുക്കുന്നു, അങ്ങ് പോകുന്നു. എന്തോ ചെയ്യാനാ. പക്ഷെ അക്ബർ ഖാൻ സ്വന്തം നിലയും വിലയും നിലവാരവും സ്വന്തം കഴിവും അടിയറവ് വെച്ചിട്ട് പുള്ളിക്കാരിന്റെ പുറകെ പാട്ടും പാടി ഹൃദയം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും പോണ്ട. പക്ഷെ ആ ഭക്ഷണവും കഴിച്ച കൈകൊണ്ട് കീറിയ ആളുകൾക്ക് കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.